യെസ്, നമ്മൾ മോഷനിനെ പ്ലെയിനിൽ തുടരുകയാണ്. യൂണിഫോം സർക്കുലർ മോഷനാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് 3 ക്വാണ്ടിറ്റികളെ പുതിയ ഇക്വേഷനുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. നന്നായി ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദ്യം വരാറുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഫാന്. നമുക്ക് മുകളിലുള്ള ഫാന് ഒരു സ്ഥിരമായിട്ടൊരു സർക്കിളിലൂടെ ഇങ്ങനെ അതിൻ്റെ ഓരോ ലീഫും കറങ്ങുകയാണ്. നമ്മൾ 2ലാണ് സെറ്റ് ചെയ്തെങ്കിൽ 2 സ്പീഡിൽ, 3ലാണെങ്കിൽ 3, 1ലാണെങ്കിൽ 1. അപ്പം അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു സർക്കിളിൽ കൂടി തന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല, വെലോസിറ്റി ചേഞ്ചസ് ആണ്. കാരണം ഇവിടെ ഒബ്ജക്റ്റ്, ഇവിടെ ലീഫ്, ഇപ്പോൾ ഫാനിൻ്റെ ഒരു ലീഫ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി അങ്ങോട്ടാണ്. പക്ഷേ ഇതേ ലീഫ് ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതേ ഫാനിൻ്റെ ലീഫ് ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ മേലോട്ടാണ്. അപ്പോൾ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചാണ്. അതുകൊണ്ട് ഇത് ആക്സലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ആക്സലറേറ്റഡ് മോഷൻ. കാരണം വെലോസിറ്റി എപ്പോൾ ചേഞ്ച് ആവുന്നു അപ്പോൾ നമുക്ക് ആക്സലറേഷൻ ജനിച്ചു എന്നറിയാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കിളിൽ കൂടി കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നുവെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പരിചയപ്പെടാനുള്ള ക്വാണ്ടിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ തീറ്റയാണ്. തീറ്റ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന വിദേശ രാജ്യത്തിൽ നിന്നും ബോംബെയിലേക്ക്, പഴയ ബോംബെ ഇപ്പം മുംബൈയാണ്, അമേരിക്ക എന്ന് പറയുന്ന വിദേശ രാജ്യത്തിൽ നിന്നും വിദേശ രാജ്യമായ ബോംബെയിലേക്ക് യാത്രയായി. അവിടുന്ന് വിദേശ രാജ്യമായ ചെന്നൈയിലേക്ക് യാത്രയായി. അവിടുന്ന് വിദേശ രാജ്യമായ ഡൽഹിയിലേക്ക് യാത്രയായി. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. പണ്ടൊരു ഇലക്ഷൻ കാലത്ത് ചന്ദനമഴയിലെ അമൃത എന്ന് പറയുന്ന കഥാപാത്രമാണ് പറഞ്ഞത്. വിദേശ രാജ്യമായ മുംബൈ, ചെന്നൈ, ഡൽഹിയൊക്കെ സന്ദർശിച്ച സമയത്ത്. പോട്ടെ, നമുക്ക് അത് സൂചിപ്പിക്കേണ്ട. ഇവിടെ ശ്രദ്ധിക്കാം. അമേരിക്കയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട്, ബിയിൽ നിന്ന് സിയിലോട്ട്, സിയിൽ നിന്ന് ഡിയിലോട്ടൊക്കെ മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആംഗിൾ തീറ്റ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90. ഈ 90 എന്ന് പറയുന്നത് π/2 ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 90 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് π/2. ഇതിൻ്റെ യൂണിറ്റ് റേഡിയനാണ്. റേഡിയൻ π/2 റാഡിയൻ നമ്മൾ പറയും. ഇനി ഏന്ന് ബിക്ക്, ഏന്ന് സിക്ക് എത്തുമ്പോൾ ഇത് 180 ഡിഗ്രി ആയി. അപ്പോൾ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ റാഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആൻ ആംഗിൾ സെപ്റ്റ് ഔട്ട് ഫ്രം റേഡിയസ് വെക്റ്റർ. ഈ റേഡിയസ് വെക്റ്ററിൽ നിന്നും ഉണ്ടായി വരുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എങ്കിൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എങ്കിൽ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഈക്വൽ ടു ആർക്ക് എ ബി ബൈ ആർ. ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിഫോം സർക്കിൾ മോഷനുമായി ബന്ധപ്പെട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആൻ ആംഗിൾ സെപ്റ്റ് ഔട്ട് ഫ്രം റേഡിയസ് വെക്റ്റർ. റേഡിയസ് വെക്റ്ററിൽ നിന്നും ഉണ്ടായി വരുന്ന ആംഗിളാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് റാഡാണ്. ആംഗിളിന് നമുക്ക് ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വാണ്ടിറ്റി പഠിച്ചു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് വെച്ചിട്ട് നമുക്ക് ആംഗിൾ കാണാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഒമേഗ. ഇപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതുപോലെ ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, d θ by dt ഈക്വൽ ടു ഒമേഗ.
അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ dx by dt നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ നമുക്ക് d θ by dt എഴുതാം. അപ്പോൾ എന്താണ്, സിമ്പിളാണ്. ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ലീനിയർ വെലോസിറ്റി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഏതുപോലെ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മുകളിൽ റാഡ്, താഴെ സെക്കൻഡ്, റാഡ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതിന് നമുക്ക് ഡയമെൻഷൻ ഉണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ t⁻⁻1 ആണ്. കാരണം റാഡിൻ്റെ ഡയമെൻഷൻ അല്ല, ടി താഴെയാണ്, സെക്കൻഡ് ഇൻഡിക്കേറ്റർ താഴെയാണ്. അപ്പോൾ t⁻⁻1. അപ്പോൾ നമുക്ക് ആംഗുലർ വെലോസിറ്റി നമ്മൾ പഠിച്ചു, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആംഗുലർ ആക്സലറേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആൽഫ. അപ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു, നമുക്ക് ആക്സലറേഷൻ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഒമേഗ ബൈ ടി എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു, നമുക്ക് ഒമേഗ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് എഴുതാം. കൃത്യമായി ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റിയും ഫൈനൽ ആംഗുലർ വെലോസിറ്റിയും നമുക്ക് തന്നു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു നമുക്ക് ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ ടി. ഏതുപോലെ നമ്മുടെ ഇക്വേഷൻ്റെ നമുക്ക് കുഞ്ഞി എ ഈക്വൽ ടു കുഞ്ഞി വി മൈനസ് കുഞ്ഞു ബൈ കുഞ്ഞുട്ടി എന്ന ഇക്വേഷൻ പോലെ നമുക്ക് ഒമേഗ ഈക്വൽ ടു ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം, എ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇത് ലീനിയർ മോഷനിൽ, ഇത് നമുക്ക് റൊട്ടേറ്റിംഗ് മോഷനിൽ ഉള്ളതാണ് ആംഗുലർ ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ് ഈസ് ആംഗിൾ സെപ്റ്റ് ഔട്ട് ഫ്രം റേഡിയസ് വെക്ടർ. ഇനി ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ആംഗുലർ ആക്സലറേഷൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഇനി ആംഗുലർ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഉണ്ട്. ഒമേഗ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ആൽഫ ഈക്വൽ ടു ഒമേഗ ബൈ ടി ഈക്വൽ ടു ഒമേഗക്ക് പകരം നമുക്ക് തീറ്റ ബൈ ടി ഇൻറ്റു 1/t എന്ന് എഴുതാം. ഒമേഗക്ക് പകരം തീറ്റ ബൈ ടി എന്ന് എഴുതാം. അപ്പോൾ തീറ്റയ്ക്ക് നമുക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ആൽഫ ടെൻസ് ടു t⁻⁻2, ഇവിടെ t ഇൻറ്റു ടി ഉണ്ട്. അപ്പോൾ മേലേക്ക് പോയാൽ t⁻⁻2. ഇതാണ് ആൽഫയുടെ ഡയമെൻഷൻ. യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആംഗുലർ ആക്സലറേഷൻ പഠിച്ചു. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് 2 മാർക്കിന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചതാണ്. റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. ആംഗുലർ വെലോസിറ്റിക്കും ലീനിയർ വെലോസിറ്റിക്കും ഇടയിലുള്ള ബന്ധം. റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ, ആംഗുലർ വെലോസിറ്റിക്കും ലീനിയർ വെലോസിറ്റിക്കും ഇടയിലുള്ള ബന്ധം ശ്രദ്ധിക്കാം. നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗയാണ്. അപ്പോൾ നമുക്ക് വി എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. മക്കളെ ശ്രദ്ധിക്കാം കേട്ടോ. ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് യാത്രയാണ് എങ്കിൽ ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് റേഡിയസ് വെക്ടർ r. അപ്പോൾ നമുക്ക് ഇവിടെ വെലോസിറ്റി ഈക്വൽ ടു എ ബി ബൈ ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നമുക്ക് ഈ ചിത്രത്തിൽ ഈ എ ബിയും അതുപോലെ ആർക്ക് എ ബിയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? ഈ ചിത്രത്തിൽ എ ബിയും ആർക്ക് എ ബിയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? എ എന്ന് ബിയിലേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരച്ചു. അപ്പോൾ നമുക്ക് എ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർക്ക് എ ബി. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു വി ഇസ് ഈക്വൽ ടു ആർക്ക് എ ബി ബൈ ടി. എ ബിക്ക് പകരം ആർക്ക് എ ബി എന്ന് എഴുതി. എങ്കിൽ നമുക്കറിയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർക്ക് എ ബി ബൈ ആർ ആണ്. എങ്കിൽ നമുക്ക് ആർ തീറ്റ ഈക്വൽ ടു ആർക്ക് എ ബി എന്ന് എഴുതാലോ. ശ്രദ്ധിക്കൂ, ആംഗിൾ ഈക്വൽ ടു ആർക്ക് എ ബി ബൈ ആർ. അപ്പോൾ ആർ തീറ്റ ഈക്വൽ ടു നമുക്ക് ആർക്ക് എ ബി എന്ന് എഴുതാം, ആർ ഇടത്തോട്ട് കൊണ്ടുപോന്നാൽ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഈക്വൽ ടു ആർക്ക് എ ബിക്ക് പകരം നമുക്ക് ആർ തീറ്റ ബൈ ടി. തീറ്റ ബൈ ടി നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഒമേഗ അല്ലേ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആംഗുലർ വെലോസിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ദിസ് ഇസ് ദ റിലേഷൻ കണക്റ്റിംഗ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക, കൃത്യമായി എഴുതി പഠിക്കുക. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, വി ഈക്വൽ ടു ആർ ഒമേഗ. നെക്സ്റ്റ് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. നമുക്കറിയാലോ
വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. രണ്ടിടത്തും നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വി ബൈ ടി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ ബൈ ടി. വി ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ആണ്. ഒമേഗ ബൈ ടി, വി ബൈ ടി എന്ന് പറഞ്ഞാൽ ലീനിയർ ആക്സലേഷൻ ആണ്, വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. കാരണം വി ബൈ ടി നമുക്ക് വെലോസിറ്റി ബൈ ടൈം ആക്സലേഷൻ ആണ്, ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആൽഫയാണ്. അപ്പോൾ എ ഈക്വൽ ടു ആർ ആൽഫ. ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് ലീനിയർ ആക്സലേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയാം? ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ മൂവിങ് ഒബ്ജക്റ്റ് ഡയറക്റ്റഡ് ടുവാർഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഒരു ഒബ്ജക്റ്റ് ഈ സർക്കിളിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് സർക്കിളിൽ കൂടി മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇസ് ദ ആക്സലറേഷൻ ഓഫ് ദ സർക്കുലേറ്റിംഗ് ബോഡി ഡയറക്റ്റഡ് ടുവാർഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ 3 മാർക്കിനൊക്കെ പലപ്പോഴും ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഹയർ സ്റ്റഡിക്ക് നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്തുമ്പോഴൊക്കെ ഒരുപാട് സ്ഥലത്ത് ഏതിൻ്റെ ഇലക്ട്രോണിൻ്റെ, പ്രോട്ടോണിൻ്റെ, ഏതിൻ്റെ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഡിസ്കിൻ്റെ, റോഡിൻ്റെ ഒക്കെ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് സെൻട്രിപിറ്റൽ മോഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ് പരിഗണിക്കേണ്ടതുണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമ്മൾ ഇവിടുന്ന് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യാണ്. നന്നായി ശ്രദ്ധിക്കുക. ഇത് പിന്നെ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് സെൻട്രിപിറ്റൽ, അപ്പോൾ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്താ പറഞ്ഞു? ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എക്സ്പ്രഷൻ ഓഫ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അഥവാ പ്രൂഫ് കണ്ടെത്തുകയാണ്. ഏതിൻ്റെയൊക്കെ? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷനാണ് നമുക്ക് വി സ്ക്വയർ ബൈ ആറ്. മറ്റൊരു ഇക്വേഷനാണ് എ സി ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്കറിയാം എഫ് സി ഈക്വൽ ടു എം എ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷനോട് മാസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഫോഴ്സായി. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എം എ സി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആറ്. ഈ 3 ഇക്വേഷനും ഇതിൻ്റെ മുമ്പ് പ്രൂഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡെറൈവ് ചെയ്യാൻ ചോദിച്ചിരുന്നു. എന്തായാലും ഈ 3 ഇക്വേഷൻ്റെയും പ്രൂഫ് ഞാൻ കൃത്യമായിട്ട് ചെയ്തുതരാം. ശ്രദ്ധിക്കുക. 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കാം, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഡെറിവേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തി, അതേ ഒബ്ജക്റ്റ് ഇവിടെ എത്തി. ഈ 2 പോയിൻ്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷനാണ് ഇത്. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷനാണ് ഇത്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു വെലോസിറ്റി വെക്ടർ ഞാൻ വരച്ചു. അപ്പോൾ ഇത് വെലോസിറ്റി ആണെങ്കിൽ ഇതും വെലോസിറ്റി വെക്ടറാണ്. ഇതിന് പാരലായിട്ട് ഇവിടെയും ഒരു വെലോസിറ്റി വെക്ടർ ഞാൻ വരച്ചു. അപ്പോൾ ഇത് വെലോസിറ്റി വെക്ടർ ആണെങ്കിൽ ഇതും വെലോസിറ്റി വെക്ടറാണ്. കാരണം ഇങ്ങനെ ഈക്വൽ വെക്ടറുകൾ ഇങ്ങനെ വന്നാൽ മതി ഈക്വൽ വെക്ടർ ആവാൻ. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? ഇതൊരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. ഇത് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ഡയറക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഈക്വൽ വെക്ടേഴ്സാണ്. അപ്പോൾ ഇത് വെലോസിറ്റി ആണെങ്കിൽ ഇതും വെലോസിറ്റിയാണ്. ഇതിന് ഈക്വലാണ് ഈ വെക്ടർ. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതിന് പാരലായിട്ട് ഒരെണ്ണം ഇവിടെ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ് വെക്ടർ. ഇതിന് പാരലായിട്ട് ഒരെണ്ണം ഇവിടെയും വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ 2 വെലോസിറ്റി വെക്ടറുകൾ കിട്ടി. സ്വാഭാവികമായും ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആയതുകൊണ്ട് ഇവക്കിടയിൽ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകും. ദാറ്റ് ഈസ് റെപ്രസെൻ്റ് ആസ് ഡെൽറ്റ വി. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒബ്ജക്റ്റ് എത്തിയപ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ്. ശ്രദ്ധിക്കുക, നമുക്കിത് റേഡിയസ് ആണ്. ഇത് നമുക്ക് റേഡിയസ് എന്ന് പറയാം. ഇത് ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. കാരണം ഇതിന് പെർപെൻഡിക്കുലറാണ് ഇത്, ഇതിന് പെർപെൻഡിക്കുലറാണ് ഇത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷനിലോട്ട് നമ്മൾ യാത്രയാവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ എത്തിയപ്പോഴുള്ള വെലോസിറ്റി വെക്ടർ ഇത്, ഇവിടെ എത്തിയപ്പോഴുള്ള വെലോസിറ്റി വെക്ടർ ഇത്.
ഇതിന് പാരലായിട്ട് മറ്റൊരു വെലോസിറ്റി വെക്ടർ വരയ്ക്കുന്നു, ഇതിന് പാരലായിട്ട് മറ്റൊരു വെലോസിറ്റി വെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടി. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആയതുകൊണ്ട് ഇവക്കിടയിൽ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. അത് നമ്മൾ ഡെൽറ്റ വി ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഇനി എ എന്ന് പറയുന്ന പോയിന്റിനും ബി എന്ന് പറയുന്ന പോയിന്റിനും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഒ എ ബിയും പി ക്യു ആറും സിമിലർ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നന്നായി ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ഒ എ ബി കോമ ട്രയാങ്കിൾ പി ക്യു ആർ ആർ സിമിലർ. ട്രയാങ്കിൾ ഒ എ ബിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണ്. ഇങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ടു റേഷ്യോ ഓഫ് അഡ്ജസൻറ്റ് സൈഡ് ആണ്. എതിർവശങ്ങളുടെ അനുപാതം സമം സമീപവശങ്ങളുടെ അനുപാതം. നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചതാണത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ടു റേഷ്യോ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒന്ന്, ഈ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ വി ബൈ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് വി ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ആർ. മക്കളെ നമുക്കറിയാലോ വി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. എങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി ആണ്. നമുക്കറിയാലോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സിന് പകരം നമ്മൾ വി ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി ഈക്വൽ ടു വി ബൈ ആർ. ഇനി നമ്മൾ വി റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സിന് പകരമാണ് വി ഡെൽറ്റ ടി കൊടുത്തത്. വി നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. നിങ്ങൾക്കറിയാലോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആക്സലേഷൻ അല്ലേ, റേഡിയസുമായി ബന്ധപ്പെട്ട ആക്സലേഷൻ ആയതുകൊണ്ട് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് പകരം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇനി എങ്ങനെ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എത്താൻ പറ്റും? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു വി ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. വി ഈക്വൽ ടു ആർ ഒമേഗ, വി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് വരും? എ സി ഈക്വൽ ടു വി സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ. ഇവിടുന്ന് ഒരു ആറും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ സി ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. എ സി ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തേണ്ടത് നമുക്കറിയാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് സി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ എഫ് സി ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് സി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എല്ലാ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. കുട്ടികളെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. തിയറിറ്റിക്കൽ പാർട്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള ടെക്നിക്കും NCERT പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്കുടനെ പ്രതീക്ഷിക്കാം. കുട്ടികളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ ഓരോ ചാപ്റ്ററുകളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എൻ്റെ കരുത്ത്. ഇത് നിങ്ങളുടെ IQ. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായി നന്നായിട്ട് പഠിക്കുക. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. ഒന്ന്, വെക്ടർ അഡീഷൻ ലോസ് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നൾ വെക്ടറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ R ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ശ്രദ്ധിക്കണം. അതുപോലെ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ, യൂണിറ്റി വെക്ടർ, പ്രൊജക്റ്റൈൽ മോഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും ഒന്ന് പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ വിത്ത് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ ഒബ്ലിക്യൂ പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ ലൈനുമായി ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ അങ്ങനെയാണ് പ്രയോഗം. ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. അതിലെ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, ഓർമ്മയിലുണ്ടാവണം. പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് പാരാബോളിക് ആണ്. ആ പാത്തിനെ വിളിക്കുന്ന പേര് ട്രാജക്ടറി എന്നാണ്. പിന്നെ നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലേഷൻ, സെൻട്രിപിറ്റൽ ആക്സലേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. എല്ലാ വിജയാശംസകളും നേരുന്നു.